نستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ألا وإن الله سبحانه وتعالى أمرنا بالنكاح ونهانا عن السفاح، فقال مخبرا وآمرا: وأنكحوا الأيام منكم من عبادكم وإمائكم إن يكونوا فقراء يغنيهم الله من فضله والله واسع عليم. قال النبي صلى الله عليه وسلم: من تزوج بامرأة تنكح المرأة لأربع خصال: لمالها ولجمالها ولحسبها ولدينها فاظفر بذات الدين. وقال النبي صلى الله عليه وسلم: من تزوج بامرأة فقد أحرز ثلثي دينه فليتق الله في ثلث الباقي. قال النبي صلى الله عليه وسلم: قال الله تعالى: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أقول قولي هذا أستغفر الله العظيم لي ولكم وأستعفيه عني وعنكم وعن جميع المسلمين والمؤمنين أجمعين فاستغفروا إنه هو الغفور الرحيم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد فأزوجك على ما أمر الله به من إمساك بمعروف أو تسريح بإحسان. زوجتك وأنكحتك بنتي نجاة فاطمة بمهر هذه الحلي من الذهب. قبلت منك نكاحها وتزويجها بهذا المهر المذكور ورضيت به. എൻ്റെ മകൾ നജാ ഫാത്തിമ എന്നവളെ ഈ സ്വർണ്ണാഭരണം മഹറിന് പകരം നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു, ഇണയാക്കി കൂട്ടിത്തന്നു. ഞാൻ സ്വീകരിച്ചു. നിങ്ങളുടെ നജാ ഫാത്തിമ എന്ന മകളെ ഈ സ്വർണ്ണാഭരണം മഹറിന് പകരം നിങ്ങൾ എനിക്ക് നിക്കാഹ് ചെയ്തു തന്നതിനെ ഇണയാക്കി കൂട്ടിത്തന്നതിനെ നിങ്ങളിൽ നിന്നും ഞാൻ കബൂലാക്കി സ്വീകരിച്ചു. ഞാൻ പൊരുത്തപ്പെട്ടു എന്നാണ് പറയാം. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد
لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد. ഇവിടെ നമ്മൾ നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ഉമർ ഹാജിയുടെ മകൻ അംജദ്കാരും അതുപോലെ നൗഫൽ സാഹിബിന്റെ പ്രിയപ്പെട്ട മകൾ നജാ ഫാത്തിമയും തമ്മിലുള്ള വിവാഹമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ നടത്താൻ കാരണം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൾ 10ാം ക്ലാസ് വരെ പഠിച്ച സ്ഥാപനമാണ് ഖാദിസിയ. അതുകൊണ്ട് തന്നെ അവളുടെ ഒരാഗ്രഹത്തിൽ അല്ലാഹു നൽകുന്ന ഒരു ടേണിംഗ് പോയിന്റാണ് വിവാഹം. നമ്മളൊക്കെ ജീവിതത്തിൽ പലതും അഭിമുഖീകരിക്കാൻ പോകുന്നതാണ്. ജനിച്ചു, കുട്ടിക്കാലം, യൗവനം, കൗമാരം, വാർദ്ധക്യം എല്ലാവർക്കും എത്തിക്കൊള്ളുന്നില്ല. അതിനു മുമ്പ് തന്നെ നമ്മളൊക്കെ ചിലപ്പോൾ ആഖിറത്തിലേക്ക് യാത്ര തിരിക്കാൻ സാധ്യത ഉണ്ട്. അതിലൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് വിവാഹ ജീവിതം എന്ന് പറയുന്നത്. ഇന്ന് വിവാഹത്തിന്റെ ഖുതുബയിൽ നിങ്ങൾ കേട്ടു, പരിശുദ്ധ ഇസ്ലാം വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കല്യാണം കഴിക്കാൻ. അതെന്തിനാന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ ഹൃദയത്തിൽ സ്വാഭാവികമായി അല്ലാഹു വെച്ചിട്ടുള്ള ഒന്നാണ് എതിർ ലിംഗത്തോടുള്ള ഒരു താല്പര്യം. അഥവാ ലൈംഗികപരമായ ചിന്തകളും സ്വാധീനങ്ങളും മനുഷ്യനിലുണ്ട് എന്നുള്ളത് നമുക്ക് മാറ്റി നിർത്താൻ കഴിയും. അതിനെ പരിശുദ്ധ ഇസ്ലാം അനുവദനീയമായ ഒരു മാർഗം എന്ന് മാത്രമല്ല, ലോകത്ത് നമ്മുടെ കുടുംബ ജീവിതം ഇവിടെ സംജാതമാകും, മക്കളുണ്ടാകും, വംശവർദ്ധനം ഉണ്ടാകും, തറവാടുകൾ നിലനിൽക്കും. ഇങ്ങനെ മാനുഷികമായ മൂല്യങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ചതാണ് നിങ്ങൾ കല്യാണം കഴിക്കണം. കല്യാണത്തിലൂടെ അല്ലാതെ ഒരു അന്യ സ്ത്രീയെ നോക്കാനോ തൊടാനോ ബന്ധപ്പെടാനോ ഇസ്ലാമിൽ ഒരു അനുവാദം ഉണ്ടായിരുന്നില്ല. വിവാഹത്തിലൂടെ മാത്രമാണ് നമുക്ക് അത് അനുമതി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിവാഹം നിങ്ങൾ നടത്തിക്കൊള്ളുന്ന നിങ്ങളെ കൂട്ടത്തിൽ ഒരു പെണ്ണിനെ പോറ്റാനുള്ള സാമ്പത്തിക കഴിവും ശാരീരികമായി ആ പെണ്ണുമായി ജീവിക്കാനുള്ള ആരോഗ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചുകൊണ്ടാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ലോകത്ത് എത്രയോ സ്ഥലത്തും ഈ വിവാഹം കഴിക്കും, അങ്ങനെ കുടുംബ കലഹങ്ങളും കുടുംബ പ്രശ്നങ്ങളും തലാഖുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ 10 ആണുങ്ങളെടുത്ത് പരിശോധിച്ചാൽ 5 ആണുങ്ങൾ വിവാഹ ജീവിതത്തിൽ അസംതൃപ്തരാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ഇസ്ലാം പുരുഷന്മാരോട് പറഞ്ഞിട്ടുണ്ട്, പെണ്ണുങ്ങൾ നിങ്ങൾ ഒരു പൂർണ്ണമായ നിങ്ങളുടെ ഒരു അടിമത്തത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് 100% കേട്ടുകൊണ്ട്, അങ്ങനെ നിങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട്, അങ്ങനെ നിങ്ങളുടെ ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു വിഭാഗമാണ് എന്ന് നിങ്ങൾ കണക്കാക്കരുത്. അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലാഹു നൽകിയിട്ടുള്ളൊരു അമാനത്താണ് എന്ന് മനസ്സിലാക്കി ആ പെണ്ണിനോട് നല്ല നിലയിൽ വർദ്ധിക്കുകയും ആ പെണ്ണിനെ സ്നേഹിക്കുകയും ആ പെണ്ണിൽ നിന്ന് വരുന്ന സ്വഭാവ ദൂഷ്യങ്ങൾ നിങ്ങൾ ക്ഷമിക്കുകയും നിങ്ങൾ പുറത്തു കൊടുക്കുകയും, ഒരു വേള നിങ്ങൾ പറഞ്ഞത് ആ പെണ്ണ് അനുസരിക്കാത്തതിന്റെ പേരിൽ അവളോട് മാസങ്ങളോളം ഉണ്ടാകുന്ന നടക്കാൻ പാടില്ല, അവളെ ശക്തമായി പ്രഹരിക്കാൻ പാടില്ല, അവളെ കുടുംബത്തെ തെരുവിളിക്കാൻ പാടില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ഓ മനുഷ്യ, ആ പെണ്ണ് നിനക്ക് എത്ര സന്തോഷമുള്ള നിമിഷങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്, അത് ഓർത്തുകൊണ്ട് അവളിൽ നിന്നുണ്ടാകുന്ന ഏതെങ്കിലും ദുർബലമായ ഒരു നിമിഷത്തെ നീ ക്ഷമിക്കുക, വിട്ടുപുറത്തു കൊടുക്കുക. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വിവാഹ ജീവിതം നല്ല നിലയിൽ പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടില്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ വിവാഹ ജീവിതം, അവിടുത്തെ ഭാര്യമാര് ചില സമയത്തൊക്കെ ദേഷ്യം പിടിച്ച സമയത്ത് പോലും അല്ലാഹുവിന്റെ റസൂൽ സ്നേഹത്തിന്റെ ചുംബനങ്ങൾ നൽകി. ആ ദേഷ്യങ്ങൾ അവരിൽ നിന്ന് എടുത്തു കളയാനാണ് ശ്രമിച്ചത്. ഭാര്യമാര് ദേഷ്യം പിടിക്കുമ്പോൾ അതേ സ്ട്രോങ്ങിൽ ആളുകൾ ദേഷ്യം പിടിച്ചാൽ എന്താ സംഭവിക്കുക? അവിടെ പിന്നെ പലതും സംഭവിക്കും. പൊട്ടിത്തെറികൾ ഉണ്ടാകും, ശക്തമായ ഇടിമുഴക്കങ്ങൾ ഉണ്ടാകും. ചില വീട്ടിലൊക്കെ മാസങ്ങൾ 144 ആണ്, ഉണ്ടാൻ പാടില്ല. ആ രൂപത്തിലൊക്കെ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. അല്ലാഹുവിന്റെ റസൂലിനോട് ഇവിടുത്തെ ഭാര്യമാർ എന്തെങ്കിലുമൊക്കെ ദേഷ്യം പിടിച്ചാൽ, ഓ എന്റെ ആയിഷ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി ഒരു സ്നേഹത്തിന്റെ മുത്തം കൊടുത്ത് ആ ദേഷ്യം സോൾവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഭാര്യമാര് എന്ന് പറഞ്ഞാൽ അവരും മനുഷ്യന്മാരാണ്, നമ്മളെപ്പോലെ അന്നം തിന്നുന്നവരാണ്, നമ്മളെപ്പോലെ അത്ര ചിലപ്പോൾ ബുദ്ധി ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിനൊക്കെ നമ്മളൊന്ന് തലോടി ഒന്ന് ക്ഷമിച്ച് ഒന്ന് പുറത്തു കൊടുത്ത് അവരെ നല്ല റൂട്ടിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. അതേപോലെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, അൽഹംദുലില്ലാഹ്, ഇന്നത്തെ മുസ്ലിം സമുദായം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിവാഹം കഴിക്കുന്ന സ്ത്രീയും പുരുഷനും
അവരുടെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച് അന്യ പുരുഷന്മാരുടെ മുമ്പിൽ തൻ്റെ ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന ശൈലി ഒരിക്കലും പാടില്ല. ഭാര്യ ഭർത്താവിനുള്ളതാണ്, ഭർത്താവ് ഭാര്യക്കുള്ളതാണ്. രണ്ടു കൂട്ടർക്കും കാണുന്നതിനും തൊടുന്നതിനും വിലക്കുകളില്ല. അതേ അവസരത്തിൽ ഇന്ന് വിവാഹത്തിന്റെ ഫോട്ടോകൾ ശരീരത്തിന്റെ ഭാഗങ്ങളും മുഴുവൻ ഭാഗങ്ങളും മറ്റുള്ളവർ കണ്ട് ആസ്വദിക്കുന്ന രൂപത്തിൽ പങ്കുവെക്കുന്നത് ഹറാമാണ്. അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ ശിക്ഷിക്കപ്പെടും. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അൽഹംദുലില്ലാഹ് ഈ വിവാഹം ഒരു അഭിനന്ദനം അർഹിക്കുകയാണ്. കാരണം നമ്മളിപ്പോ ഒരു ഓഡിറ്റോറിയത്തിലൊക്കെ ആണെങ്കിൽ ഒന്നിച്ചിരുന്ന് ഒരു ഹറാമിലൂടെ തുടക്കം കുറിക്കുന്ന കല്യാണമായി മാറാൻ സാധ്യതയുണ്ട്. ഇന്നിപ്പോ എവിടെയും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്നൊരു കല്യാണമാണ് ഇപ്പൊ ഇവിടുത്തെ കല്യാണം. പള്ളിയിൽ വെച്ച് അൽഹംദുലില്ലാഹ് കുടുംബത്തിലെ കാരണവന്മാർ, നാട്ടിലെ പ്രമുഖരും ഉസ്താദുമാരും എല്ലാം ഒരുമിച്ച് കൂടിയിട്ടാണ് പ്രിയപ്പെട്ട നജാ ഫാത്തിമയും അംജദും തമ്മിലുള്ള നിക്കാഹ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിവാഹം അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അല്ലാഹു പൊരുത്തപ്പെട്ട ഉമ്മത്ത് മുഹമ്മദിൽ ഏറ്റവും ബർക്കത്തുള്ള ഒരു വിവാഹമായി അല്ലാഹു ദമ്പതിമാർക്ക് ഖൈറായ ജീവിതം അല്ലാഹു കൊടുക്കട്ടെ. ഈ കല്യാണത്തിൽ പങ്കെടുക്കേണ്ട രണ്ട് കുടുംബത്തിൽ നിന്നുള്ള പലരും മരിച്ചു ഖബറിലാണ്. അല്ലാഹുവിന്റെ ഖബറിനെ വിശാലമാക്കി മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ഈ രണ്ട് കുടുംബത്തിലും ഈ വിവാഹത്തിലൂടെ അല്ലാഹു അഭിവൃദ്ധിയും ബർക്കത്തും നൽകുമാറാവട്ടെ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم صل وسلم. أيها الزوجان بارك الله لكما وبارك عليكما. بارك الله لكما وبارك عليكما. آمين. بارك الله لكما وبارك عليكما. وجعل الله بينكما في خير ولطف وعافية. اللهم بارك في هذا النكاح يا رب العالمين. وبارك على العروس وعلى كريمته بركة تامة. اللهم ارزق لهما حياة زوجية سعدية طيبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون. سلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. പെണ്ണുങ്ങളെ കുട്ടി കാനം കിട്ടുന്നുണ്ട്.